മിക്ക എല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിന് ബാക്കിൽ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത്. നമ്മുടെ എൽബോയിൽ, മുട്ടിൻ്റെ അവിടെ, നമ്മുടെ അൺഡ്രാംസിലൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇനി കഴുത്തിൻ്റെ ബാക്കും അൺഡ്രാംസിലും നമ്മുടെ എൽബോയിലും നീയുടെ അവിടെയൊക്കെ എത്ര കറുത്തിരുന്നാലും നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം എന്നതിൻ്റെ ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ്ട് ഈ ഫുൾ പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ നമുക്കൊരു ബെറ്റർ റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ 100% നാച്ചുറലാണ്. ബോത്ത് ബോയ്സിനും ഗേൾസിനും ഒരുപോലെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഈസി പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടൈമും കാര്യങ്ങളൊന്നും അധികം എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് വരുന്നത് കുറച്ച് ടൊമാറ്റോയുടെ നീരാണ്. ടൊമാറ്റോ നീരെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ടൊമാറ്റോ നല്ലോണം മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലായാലും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടൊമാറ്റോയുടെ നീരും കേർഡും കൂടാണ് എടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും വിട്ടുകൂടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു പാക്കിനകത്ത് വന്നിട്ട്. കാരണം ടൊമാറ്റോ നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ നല്ലോണം റിമൂവ് ആക്കി നല്ലോണം വൈറ്റനിങ് ആക്കി വെക്കാനും നമുക്ക് നല്ലോണം സ്കിൻ ഗ്ലോ ആക്കി വെക്കാനും സ്കിന്നിൽ വരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോക്കി നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പിംഗ് ഐറ്റമാണ്. അപ്പോൾ ഞാൻ താണ്ട് ഇവിടെ ഫേസിൽ, നെക്കിൽ, എൻ്റെ കയ്യിൽ, ബാക്ക് നെക്കിലൊക്കെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ്. ഇങ്ങനെ ക്ലെൻസിങ് ചെയ്യുമ്പോഴത്തോടെ തന്നെ നമ്മുടെ ആ ഡെഡ് സെൽസ് ഒക്കെ നല്ലോണം റിമൂവ് ആയി പോകാനും നമ്മുടെ ആ ഒരു നെക്കിൻ്റെ പോർഷൻ ആയാലും ഫേസ് ആയാലും കൈ ആയാലും നമ്മുടെ ആ ഒരു പാക്ക് ഇടുമ്പോൾ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ ഇത് കൂടാതെ വേറെ കുറച്ച് പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിട്ടും അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലെൻസിങ്ങിനുള്ളത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലോണം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നല്ല, സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബിങ് ആണ്. അതിന് നമുക്ക് വേണ്ടുന്നത് കുറച്ച് നമ്മുടെ അരിപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ കോഫി പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ തേയിലപ്പൊടിയോ ഇതിലേത് വെള്ളം നിങ്ങൾക്ക് എടുക്കാം. തരതരിപ്പുള്ള ഏത് വെള്ളം എടുക്കാം. ഞാൻ ഇവിടെ നമ്മുടെ തേയിലപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ നീര് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മിക്സിക്കകത്ത് ബ്ലെൻഡ് ആക്കിയ പൾപ്പ് രൂപത്തിലാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ നമുക്ക് വേറൊരു ടൊമാറ്റോ എക്സ്ട്രാ എന്തായാലും നമ്മുടെ കയ്യിൽ വേണം. കാരണം നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസിലും നെക്കിലും കയ്യിലും നമ്മുടെ അൺഡ്രാംസിലും നമ്മുടെ മുട്ടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇല്ല അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു വൺ ടൈം യൂസ് ചെയ്ത് തന്നെ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും. നമ്മൾ ഈ സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ അൺഡ്രാംസ് ഭയങ്കര ഡാർക്കായിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഡിസ്കംഫർട്ട് അല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ കൈമുട്ടൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കാനും നമ്മൾ ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് മുട്ടിൻ്റെ അവിടെയൊക്കെ ഡാർക്കായിട്ടിരിക്കുന്നതൊക്കെ ഒരിതല്ല. അപ്പോൾ അവിടെയൊക്കെ മാറി നമ്മുടെ സ്കിൻ കളർ നല്ലോണം ഒന്ന് എൻഹാൻസ് ചെയ്ത് നിൽക്കാനും നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് അതാണ്ട് ഈ ഒരു സ്ക്രബിങ് മെത്തേഡ് വന്നിട്ട്. പിന്നെ ഇത് എല്ലാ ദിവസവും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇത് വീക്കിലി വൺ ടൈം മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. മീൻസ് നമ്മുടെ ഈ ഒരു സ്ക്രബിങ് വന്നിട്ട്, പക്ഷേ പാക്കും ആ ഒരു ക്ലെൻസിങ്ങും വന്നിട്ട് നിങ്ങൾക്ക് മിക്ക ദിവസങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു ടൈമിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ സ്ക്രബിങ് എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്കിന്നിലിട്ട് ഇങ്ങനെ അമർത്തി റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്കിൻ ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഭയങ്കരമായിട്ട് അമർത്തി റബ്ബ് ചെയ്യാൻ നിൽക്കില്ല. ജസ്റ്റ് ഒന്ന് നമുക്കറിയാമല്ലോ നമുക്ക് എത്രത്തോളം ഒന്ന് ഇതാക്കുമ്പോഴാണ് നമുക്കൊരു വേദന എടുക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ വരെയുള്ള രീതിയിൽ മാത്രമേ റബ്ബ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൻ അത് ഒട്ടും നല്ല ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നാൽ അതിന് ശേഷം നമ്മുടെ ആ ടൊമാറ്റോ എടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് വന്നൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് കമൻറ്റും കൂടെ ആയിരുന്നു ഇത് വന്നിട്ട് നമ്മുടെ അൺഡ്രാംസിൽ വരുന്ന എൽബോയിൽ വരുന്ന ഡാർക്ക്നെസ് ഒക്കെ പോകുന്ന എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്ത് തരണേ ചേച്ചിന്ന്. അപ്പോൾ അതാണ്ട് 100% നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡി വെച്ചിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത് വന്നിട്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതേ കണക്കെടുക്കാൻ നിൽക്കുമെങ്കിൽ നമുക്കൊന്നും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഇത് കൂടാതെ വേറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പാക്കിൻ്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇതേ കണക്ക് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നല്ലോണം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം ഒരു 5 മിനിറ്റ്സ് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ കൂടുതൽ ടൈം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങൾ ഇതേ കണക്ക് പാക്കൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് നൈറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കുക. നൈറ്റ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് നല്ലോണം കിട്ടാനും. പിന്നെ ഇതേ കണക്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ മസ്റ്റായിട്ട് ഫേസിലൊരു മോയ്സ്ചറൈസറും നമ്മുടെ കയ്യിലും കാലിലും ആയാലും നല്ല ഏതെങ്കിലും ഒരു നിവ്യ പോലത്തെ ക്രീമോ അല്ലെങ്കിൽ വാസലൈനോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രീമും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം അപ്പോൾ നമ്മുടെ സ്കിൻ നല്ലോണം പോർസൊക്കെ ഇതായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാതിരിക്കുമ്പോൾ വീണ്ടും അതിനകത്ത്
ഉള്ളിൽ അഴുക്ക് കയറാനും നമുക്ക് വീണ്ടും ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ്ട് റിമൂവ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട്. നമ്മുടെ ആ ഡെഡ് സെൽസ് ഒക്കെ നല്ലോണം പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് താണ്ട് നമ്മുടെ ഈ കൈമുട്ടിലൊക്കെ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു പാക്കും കൂടാണ് ഇത് വന്നിട്ട്. ഇനിയാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് വന്നിട്ട്. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. then അതിന് ശേഷം അതിലേക്ക് ലേശം ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ ചട്ടിയില്ലേ, നമ്മുടെ അപ്പച്ചട്ടിയില്ലേ, അതിനകത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്തിട്ട് ഞാൻ ഈ കളർ ചേഞ്ച് എത്രത്തോളം വരണമെന്ന് കാണിച്ചു തരാം. അത്രത്തോളം ഒന്ന് കളർ ചേഞ്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫാക്കുക. ഓഫാക്കി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഇതേ കണക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. then അതിന് ശേഷം അതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് കേടാണ്. കേട് നല്ലോണം ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് കേട് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ തികഞ്ഞില്ല. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് കേടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ട് പറ്റാത്ത രീതിയിൽ ഞാൻ വീണ്ടും കൂടെ ആഡ് ചെയ്തു. നല്ലോണം ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഒരു പാക്ക് കിട്ടുന്നത്. അത് നമ്മുടെ നെക്കിൻ്റെ പോർഷനിലും നമ്മുടെ ഫേസിലും നമ്മുടെ കയ്യിലും നമ്മുടെ അൺഡ്രാംസിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലെടുത്തേക്കുന്ന മഞ്ഞൾപ്പൊടി വന്നിട്ട് നമ്മുടെ സൺടാൻ നല്ലോണം ഒന്ന് റിമൂവ് ആക്കാനും നമ്മുടെ സ്കിൻ നല്ലോണം ബ്രൈറ്റ് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നിൽ വരുന്ന പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ ഉലുവാപ്പൊടിയുടെ കാര്യം എടുത്ത് പറയേണ്ടല്ലോ, നമ്മുടെ ഫേസിലായാലും ഹെയറിലായാലും ഒരുപാട് യൂസ്ഫുൾ ആവുന്നതായിട്ടാണ് ഉലുവാപ്പൊടി വന്നിട്ട്. നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് വരുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇല്ലേ, കുറേ നാളുകൊണ്ട് മാറാത്ത ഇരിക്കുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോക്കാനും നമ്മുടെ പോർട്സ് നല്ലോണം ഒന്ന് മിനിമൈസ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതായിട്ടാണ് ഉലുവാപ്പൊടി വന്നിട്ട്. അതുകൊണ്ട് ഈ ഒരു മഞ്ഞപ്പൊടി ഉലുവാപ്പൊടി ഞാൻ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തില്ല. അതിനകത്തോട്ട് കുറച്ച് ഹണിയും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ പുരട്ടിയാൽ പോലും നമ്മുടെ ലിപ്പിൽ വരുന്ന പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോകാൻ നല്ല ഹെൽപ്ഫുൾ ആവുന്നതാണ്. പിന്നെ ഒരിക്കലും ഇതേ കണക്ക് ഭയങ്കര തരിതരിപ്പുള്ള പാക്ക് വന്നിട്ട് നിങ്ങളുടെ കണ്ണിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. കണ്ണിൻ്റെ താഴെ ആയാലും ആ ഒരു ഐ ബാഗിൻ്റെ താഴെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുക കേട്ടോ. ഞാൻ ഇവിടെ പുരട്ടിയ സമയത്ത് കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അഥവാ പറ്റിയാലും ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യാൻ നിൽക്കേണ്ട. ജസ്റ്റ് അതൊന്ന് റിമൂവ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. കാരണം അവിടുത്തെ ഏരിയ കുറച്ച് സെൻസിറ്റീവാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫേസ് കംപ്ലീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈയുടെ ആ ഭാഗത്തും നെക്കിലും ബാക്കിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യാം. വീക്ക്ലി ഒരു 1 ടൈം നിങ്ങൾ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ കറക്റ്റ് ഒരു 20 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ റിസൾട്ടാണ് ഇത് വന്നിട്ട്. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ പോക്കാനും ഫേസിനെക്കാട്ടി നമുക്ക് ഭയങ്കര റിസൾട്ട് അറിയാൻ പറ്റുന്നത് നമ്മുടെ ഒരു നെക്കിൻ്റെ പോർഷനിലാണ് കേട്ടോ. നല്ലോണം ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. എന്നാലേ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. കാരണം നിങ്ങൾ ഓരോരുത്തരായിരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ആ വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെക്കിൻ്റെ ബാക്കിലൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഇതേ കണക്കാണ്. പിന്നെ നെക്കിൻ്റെ ബാക്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ബേബി ഹെയർസ് താഴോട്ട് വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം ബേബി ഹെയർസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് മുകളിലോട്ട്, മീൻസ് റിമൂവ് ചെയ്യുന്നത് വെച്ച് വെട്ടിക്കളയാനല്ല, മുകളിലോട്ട് ജസ്റ്റ് ഒരു സ്ലൈഡ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്തും പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു മുടി പിടിച്ച് ഇങ്ങനെ വലിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ്, ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഫുൾ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫുൾ വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷമുള്ള റിസൾട്ട് വന്നിട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ മസ്റ്റായിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഡിയേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.